അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യം, അമിത്ഷായുടെ കോണ്ടക്സിൽ കാഴ്ചപ്പാടിൽ ആരാണ് ഹിന്ദു എന്നുള്ളത്, അയാൾ യഥാർത്ഥത്തിൽ ഹിന്ദു അല്ല, അയാൾ ജൈന മതക്കാരനാണ്. അതിന്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പക്ഷേ ഈ അമിത്ഷാ വിഭാവനം ചെയ്യുന്നത് ഓർഗനൈസർ എന്ന് പറഞ്ഞ RSSന്റെ സംഘപരിവാറിന്റെ പത്രം ഒരു വർഷക്കാലം മുമ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. പറയുന്നത് അശീല, പക്ഷെ ഇവന്മാർക്ക് എഴുതി വെക്കാമെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ? ഇവരെഴുതി പറഞ്ഞത് ഇങ്ങനെ ആയിരുന്നു: നിങ്ങൾ വിവാഹം കഴിച്ചതിന് ശേഷം ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? ശാഖയിൽ പോയി പറയണം, ശാഖയിലുള്ളവർ നാഗ്പൂരിൽ അറിയിക്കും, എന്നിട്ട് നിങ്ങളുടെ ജാതകമൊക്കെ നോക്കിയിട്ട് ഒരു സമയം പറയും. ആ സമയത്ത് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ നല്ല നീളമുള്ള, നല്ല വെളുത്ത നിറമുള്ള, നല്ല മുടിയും കണ്ണുകളുമുള്ള ഏറ്റവും മാസ് പോയിന്റ് അവസാന ആൺകുട്ടികൾ ജനിക്കുമെന്നാണ്. ഈ ആൺകുട്ടികൾ മാത്രം ജനിച്ച എങ്ങനെയാണ് ഇനി പിന്നീടുള്ള ജീവസന്ധാരണ പ്രക്രിയ നടക്കുന്നതെന്ന് അറിയത്തില്ല. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, അപ്പം ഞാനും ഹിന്ദു നാമധാരിയാണ്, പേര് കാർത്തിക്, പക്ഷേ നിറം കറുപ്പാണ്, നീളമുണ്ടെങ്കിലും നമ്മൾ യുവന്മാരുടെ ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എന്നുള്ളതാണ്. ഇതുപോലെ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇതിൽ നിന്ന് പുറത്തു പോകും. എങ്ങനെയാണ് RSSന്റെയും BJPയുടെയും അജണ്ട ഈ രാജ്യത്തേക്ക് ചേർത്ത് വെക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാഴ്ചപ്പാടിൽ LK അദ്വാനിയെ പോലെ, മുരളി മനോഹർ ജോഷിയെ പോലെ ഉള്ളവർ മാത്രമാണ് ഹിന്ദുക്കള്. അല്ലാതെ ഞാനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമോ നമ്മുടെ MLAയോ MPയോ ഒന്നും അവരുടെ കോണ്ടക്സിൽ ഹിന്ദുക്കളായിട്ട് വരില്ല എന്നുള്ളത് തിരിച്ചറിയണം. ഞാനിത് പറയുന്നത് ഇവിടുത്തെ BJPക്ക് വേണ്ടി, RSSന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു വലിയ സമൂഹത്തോടാണ്. നിങ്ങളിവിടെ മതം ചിന്തിക്കേണ്ട, നിങ്ങളിവിടെ പ്രദേശം ചിന്തിക്കേണ്ട, നിങ്ങൾ ആദ്യമായിട്ടും മനുഷ്യരായിട്ടും മനുഷ്യത്വപരമായിട്ട് ചിന്തിച്ചു നോക്കൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹിന്ദു എന്ന് പറയുന്നതിൽ അവർക്ക് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. BJP ഹിന്ദു രാജ്യമല്ല, ഹിന്ദുത്വ രാജ്യമാണ് സ്വപ്നം കാണുന്നത്. ഹിന്ദുവും ഹിന്ദുത്വയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഹിന്ദു എന്ന് പറയുമ്പോൾ, ഹിന്ദുത്വ എന്ന് പറയുമ്പോൾ 1930 ഈ ജയിലിലായി കഴിഞ്ഞ് മാപ്പെഴുതുന്നതിന് മുമ്പ് പണിയൊന്നും ഇല്ലായിരുന്നത് കൊണ്ട് കുറെ പേപ്പർ എടുത്തു വെച്ചുകൊണ്ട് സവർക്കർ, VD സവർക്കർ എന്ന് പറയുന്ന RSSന്റെ നേതാവ്, അദ്ദേഹം സ്വയം വിളിക്കുന്നത് വീര സവർക്കർ എന്നാണ്. ആ സവർക്കർ, VD സവർക്കർ എന്ന് പറഞ്ഞ സംഘപരിവാറിന്റെ സവർക്കർ ഉണ്ടാക്കി എടുത്ത ഒരു വാക്കു മാത്രമാണ് ഹിന്ദുത്വ. ആ ഹിന്ദുത്വയും ഹിന്ദുവും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. ഒരു വലിയ ഫ്ലെക്സ് ഞാൻ എവിടെ ഇരിക്കുന്ന കണ്ടു, അതിൽ പാവപ്പെട്ട സ്വാമി വിവേകാനന്ദനെ കൂടി ഇവന്മാർ അടിച്ച് വെച്ചിട്ടുണ്ട്. ആരാണ് സ്വാമി വിവേകാനന്ദൻ? എന്താണ് RSSുമായിട്ട് അദ്ദേഹത്തിനുള്ള ബന്ധം? ഈ സ്വാമി വിവേകാനന്ദന്റെ ചിക്കാഗോ പ്രസംഗം നിങ്ങളൊക്കെ ഇപ്പൊ മൊബൈലിൽ യൂട്യൂബ് സെർച്ച് ചെയ്താൽ കിട്ടും. 4 മിനിറ്റ് 53 സെക്കൻഡ് മാത്രമേ ഉള്ളൂ. വളരെ ചെറിയ പ്രസംഗമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത്, ഐ ആം കമ്മിങ് ഫ്രം ദ കൺട്രി ഓഫ് ടോളറൻസ്. ഞാൻ കടന്നു വരുന്നത് സഹിഷ്ണുതയുടെ രാജ്യത്തു നിന്നാണ്. അദ്ദേഹം പിന്നീട് പറഞ്ഞത്, എൻ്റെ ദേശത്തിന്റെ പ്രത്യേകത, എൻ്റെ ജനത, സ്വാഭാവികമായിട്ടും ഹിന്ദു സന്യാസി എന്ന നിലയിൽ ഹിന്ദു സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ട് ചിക്കാഗോയിൽ, അമേരിക്കയിൽ പോയി പ്രസംഗിച്ച അദ്ദേഹം പറഞ്ഞത്, എൻ്റെ ജനത ലോകത്തിലെ മുഴുവൻ കടന്നുവരവുകളെയും, ലോകത്തിലെ മുഴുവൻ പീഡിതരെയും, മാറ്റി നിർത്തപ്പെട്ടവരെയും, ആശ്രയമില്ലാത്തവരെയും ചേർത്തു നിർത്തിയതിന്റെ ചരിത്രമുള്ള ജനതയാണ് എൻ്റെ ജനത എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത്. ഇന്ന് സ്വാമി വിവേകാനന്ദൻ ജീവിച്ചിരിപ്പുണ്ട്. മുന്നണി പോരാളിയായിട്ട് ഇന്ത്യ രാജ്യത്ത് സ്വാമി വിവേകാനന്ദൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ RSSന് സംശയം ഉണ്ടാവും. പക്ഷെ ഞങ്ങളെ പോലെയുള്ള മതേതര ജനാധിപത്യ വിശ്വാസമുള്ള ഒരാൾക്കും സംശയമില്ല. വിവേകാനന്ദനെ പോയിട്ട് പണ്ട് കൽക്കത്തയിൽ അദ്ദേഹം അവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ കുറെ പേര് പോയി കണ്ടു. കണ്ടിട്ട് വിവേകാനന്ദനോട് പറഞ്ഞു, അല്ലയോ സ്വാമി, നമുക്ക് ഗോവധ നിരോധനം ഈ രാജ്യത്ത് നടപ്പിലാക്കണം. അപ്പൊ സ്വാമി പറഞ്ഞു, ഈ രാജ്യത്ത് പട്ടിണി കിടന്ന് മരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. അമ്മമാര് മക്കൾക്ക് വേണ്ടിയിട്ട് മുലപ്പാൽ നൽകുവാൻ മാറിടം നീട്ടുമ്പോൾ മുലപ്പാലിനപ്പുറത്ത് ചോര പൊടിക്കുന്ന ഇന്ത്യയാണ് ഈ രാജ്യത്ത്. അതുകൊണ്ട് നിങ്ങൾ അവരെന്ത് കഴിക്കുന്നു എന്ന് ചിന്തിക്കാതെ എന്തെങ്കിലും കഴിക്കുന്നു എന്ന് ചിന്തിക്കൂ എന്ന മറുപടി കൊടുത്ത ആളാണ് സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു വെച്ചിട്ടുണ്ട്, ബുദ്ധിശൂന്യന്റെ ആയുധമാണ് വർഗീയത എന്ന. അപ്പോ ഈ രാജ്യത്തിലെ സനാതന ധർമ്മപ്രകാരം മാതാവിന് സമാനമായ കടൽ കടന്നു പോകരുത് എന്ന് പറഞ്ഞിട്ട് ഈ രാജ്യത്ത് നിന്നും കടൽ കടന്നു പോയി അമേരിക്കയിൽ ചെന്ന് പ്രസംഗിച്ച വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. നിലനിൽക്കുന്ന ആചാരങ്ങൾക്കെതിരെ വളരെ വിപ്ലവകരമായിട്ടുള്ള നിലപാടെടുത്ത സ്വാമി വിവേകാനന്ദൻ ഉൾപ്പെടെ ഉള്ളവരെ RSSും BJPയും സംഘപരിവാർ സംഘടനകളും അവരുടെ ആവശ്യത്തിന് വേണ്ടി വ്യാഖ്യാനിക്കുമ്പോൾ വർത്തമാനകാല സാഹചര്യത്തിൽ നമ്മൾ മാറി നിന്ന് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. ചട്ടമ്പി സ്വാമി ജീവിച്ചിരുന്നെങ്കിൽ, ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരുന്നെങ്കിൽ, മഹാത്മാ അയ്യങ്കാളി ജീവിച്ചിരുന്നെങ്കിൽ, ഇവരൊക്കെ ഒരു വലിയ ഋഷിവര്യരായിട്ടുള്ള ജീവിതം കൂടി
നയിച്ചവരാ. ഇവരെയൊക്കെ ഇവിടുത്തെ BJP RSS അംഗീകരിക്കുമായിരുന്നോ? ആലോചിച്ചു നോക്കൂ. BJP RSS അറിയേണ്ടത് നിങ്ങളുടെ പൂർവികരായിരുന്ന ഈ രാജ്യത്ത് വംശീയതയും വർണ്ണവെറിയും നടപ്പിലാക്കുവാൻ നടന്ന അന്നത്തെ പ്രഭുക്കന്മാർക്കെതിരെയാണോ സ്വാമി വിവേകാനന്ദൻ തൊട്ട് ചട്ടമ്പി സ്വാമിയും അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ഒക്കെ പോരാടിയിരുന്നത്. അവര് നവോത്ഥാനം എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയിരുന്നത്. ആ മുദ്രാവാക്യം ഉയർത്തിയിരുന്ന അവരെ പോലും BJPയും RSSന്റെയും സംഘപരിവാറിന്റെയും രാഷ്ട്രീയം അംഗീകരിക്കില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു വലിയ യാഥാർത്ഥ്യം. ഞാനിത് പറയുവാൻ കാരണം ഇത് അനിവാര്യമായതുകൊണ്ടാണ്. ഈ ബില്ലൊക്കെ വരുമ്പോൾ ഇവിടുത്തെ ഒരു വലിയ സമൂഹം വിചാരിക്കുന്നത് ഇത് നമ്മളെ ഒന്നും ബാധിക്കില്ല, ഇത് ആരെങ്കിലും ഒക്കെ ബാധിക്കുന്ന വിഷയം അല്ലേ എന്നുള്ളതാണ്. അവരോട് നമുക്ക് പറയുവാനുള്ളത്, ഈ ബില്ല് വളരെ കൃത്യമായിട്ട് ഏകീകൃത സിവിൽ കോഡിലേക്ക് ഇവർ എത്തിച്ചേർന്നാൽ ഈ രാജ്യത്തെ വീണ്ടും ഇന്ത്യയിൽ ഭരണഘടന ഉണ്ടാക്കിക്കൊണ്ട് എന്താണോ BR അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ വിഭാവനം ചെയ്തത്, എന്താണോ BR അംബേദ്കർ ഉൾപ്പെടെയുള്ളവർ സ്വപ്നം കണ്ടത്, അതുപോലും ഇല്ലാതായി പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഇന്ത്യ രാജ്യത്ത് സംവരണം കൊണ്ടുവന്നതിനെ കുറിച്ചിട്ട് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വരി ഇങ്ങനെയായിരുന്നു. അതായത് ഹിസ്റ്റോറിക്കൽ ഇൻഇക്വാലിറ്റി, ചരിത്രപരമായിട്ടുള്ള അസമത്വം ഇല്ലാതാക്കുവാനാണ് സംവരണം കൊണ്ടുവന്നതെന്ന. ആ ചരിത്രപരമായിട്ടുള്ള അസമത്വം ഈ രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, കുറേയേറെ മാറിയെങ്കിലും. അപ്പോ ഏകീകൃത സിവിൽ കോഡിന് മുദ്രാവാക്യം വിളിക്കാൻ നടക്കുന്ന ഇവിടുത്തെ ഒരു വലിയ സമൂഹം അറിയേണ്ടത് 9% മുസ്ലിങ്ങൾക്കും 2% ലത്തീൻ കത്തോലിക്കനും മാറിയാൽ 89% സംവരണം കിട്ടുന്നത് ഇവിടുത്തെ ഹിന്ദു പിന്നോക്ക സമുദായത്തിലുള്ളവരാ. ഈ യാഥാർത്ഥ്യമെങ്കിലും മനസ്സിലാക്കുവാൻ കഴിയുക എന്ന് പറയുന്നത് വർത്തമാനകാല സാഹചര്യത്തിൽ വളരെ അനിവാര്യമാണ്. ഇന്ത്യ, ഞാൻ അതാ പറഞ്ഞത്, 29